സൈക്കോളജി കുറച്ച് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സൈക്കോളജി കുറച്ച് പാടായിരുന്നു. എല്ലാം ബുക്കിലുള്ള പഠിച്ചവർക്കെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റും. 50-50. നമസ്കാരം, ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഫോർട്ട് ഹൈസ്കൂളിന് മുന്നിലാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന UPSC പരീക്ഷ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഉദ്യോഗാർത്ഥികളോട് നേരിട്ട് ചോദിച്ചറിയാം. തരക്കേടില്ലാത്തൊരു എക്സാം ആയിരുന്നു. സൈക്കോളജിയൊക്കെ ഈസി ആയിരുന്നു. സയൻസും പ്രതീക്ഷിച്ച തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു വന്നത്. മലയാളത്തിൽ മാത്രം കുറച്ചൊരു കൺഫ്യൂഷൻ, അത് എൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കാം. മാത്സ് 50-50. സൈക്കോളജി ഈസി ആയിരുന്നു, വായിച്ചാൽ മനസ്സിലാക്കും. എല്ലാം ബുക്കിലുള്ള കഴിഞ്ഞ UPSCയെക്കാളും കുറച്ച് ടഫാണ്. സൈക്കോളജി കുറച്ചൊക്കെ ഈസി ആയിരുന്നു. പെഡഗോജി അത്ര സൈക്കോളജി അത്ര പ്രശ്നം തോന്നിയില്ല. മാത്സ് പാടല്ല, കുറച്ച് സമയം വേണമായിരുന്നു എന്നുള്ളത്. കുഴപ്പമില്ലായിരുന്നു, താരതമ്യേന കുഴപ്പമില്ലായിരുന്നു. സൈക്കോളജി കുറച്ച് പാടായിരുന്നു. മാത്സും നല്ല ടഫായിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഈസി. നന്നായിരുന്നു. മലയാളം ആയതുകൊണ്ടുള്ള പ്രശ്നമില്ല, കുഴപ്പമില്ലായിരുന്നു. മാത്സ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അത്ര പാടൊന്നുമല്ലായിരുന്നു. പാഠപുസ്തകത്തിൽ നിന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. സൈക്കോളജിയും എളുപ്പമുണ്ടായിരുന്നു. പഠിച്ചവർക്കെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റും. LP UP ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഓവറോൾ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻ വരും, എന്നാലും പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 72 ക്വസ്റ്റ്യൻസ് ഞാൻ ഒത്തിരി കുഴപ്പമില്ല. പിന്നെ മാത്സ് ഇച്ചിരി ടഫല്ല, കുറച്ച് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. GK കുഴപ്പമില്ല, ഈസി ആയിരുന്നു. പിന്നെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. സയൻസ് കുഴപ്പമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. കെമിസ്ട്രിയിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ GK പ്രശ്നമില്ലായിരുന്നു, കോമൺ ആയിട്ട് വരുന്ന PSCക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ സൈക്കോളജിയുടേത് കുറച്ച് ടഫായിരുന്നു, കാരണം അത് ഈ ABC അങ്ങനെ നമ്പർ ഇട്ട് വരുന്ന കൺഫ്യൂഷൻ വരും.